ഹായ് മൈ ഫ്രണ്ട്സ്, ഞങ്ങൾ ഹിൽ പാലസിൽ നിന്നും വന്ന ഒരു ഗ്രൂപ്പാണ്. കുട്ടനാടിൻ്റെ തനിമ ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് പോകുന്നതാണ്. അതാ അങ്ങോട്ട് നോക്കൂ, കുട്ടനാടിൻ്റെ തനിമ നെല്ലാണ് ഈ വിളഞ്ഞു നിൽക്കുന്നത്. നെൽപ്പാടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ കേരവൃക്ഷങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ തനതായ വൃക്ഷം കേരവൃക്ഷവും നെല്ലറ കേരളത്തിന്റെ നെല്ലറ കണ്ടു കഴിഞ്ഞു. ഇത് ഗ്രാമീണ ശൈലിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളും കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ ബസ് സർവീസൊന്നുമില്ല. ആകെ ഉള്ളത് ഈ വഞ്ചി സർവീസും ബോട്ട് സർവീസുമാണ്. ഇവിടുത്തെ ആളുകൾക്ക് കരമാർഗ യാത്ര ഒട്ടും തന്നെ ഇല്ല. ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ജലാശയത്തിലുള്ള ഈ ചെറിയ വള്ളങ്ങളിലൂടെ മാത്രമാണ്. ഞങ്ങൾ ഹിൽ പാലസിൽ നിന്നും വന്ന് ഇവിടെ നഹിയാൻ അവറുകൾ നടത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹായി സിബി ഞങ്ങളോടൊപ്പമുണ്ട്. സിബിയാണ് വീഡിയോ പിടിക്കുന്നത്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ ഈ യാത്ര ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അങ്ങോട്ട് നിങ്ങൾ നോക്കൂ, ചെറിയ വീടുകൾ കാണാം. 2018 ഇവിടെ നമ്മുടെ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഒഴിഞ്ഞുപോയി. കാരണം വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണല്ലോ. വെള്ളം കയറി ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ദുരിതത്തിലായി. അവർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ വെക്കേറ്റ് ചെയ്തതും ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്നതുമായ വീടുകൾ കാണാം. വെക്കേറ്റ് ചെയ്ത് പോയതൊക്കെ ഒരു ഭാഗത്തുണ്ട്, പുതുതായിട്ട് നിർമ്മിക്കുന്ന വേറൊരു ഭാഗത്തുമുണ്ട്. എപ്പോഴും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മുടെ ഒരു പൊതുവെ ഉള്ള ഒരു പ്രവണതയാണല്ലോ. എന്താണെങ്കിലും ഈ ജലാശയവും ഈ പ്രദേശങ്ങളുമെല്ലാം കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ നെല്ല് പാടങ്ങളിൽ നിന്ന് കൊയ്ത നെല്ല് ആണ് ഈ കാണുന്നത്. ഇതിവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. വെള്ളം നെൽപ്പാടം ഇവിടെയും കാണാം. നെൽപ്പാടം ഈ ഭാഗത്തും കാണാം. ഈ വെള്ളം മഴ സമയത്ത് ഈ വെള്ളം കയറി ഈ പാടശേഖരത്തിലുള്ള നെല്ലെല്ലാം നശിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടും വളരെ പ്രകൃതി രമണീയമായ ഈ കുട്ടനാടിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ പുന്നമട കായലിൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ്. ആ ഫിനിഷിംഗ് പോയിന്റ് ഇരിക്കുന്നതിനും ഇതുപോലെയുള്ള ശിക്കാര വെള്ളങ്ങൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. ഈ ശിക്കാര വെള്ളത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്തപ്പെടുന്നത്. അവിടെ നമുക്ക് കാണാം ഹൗസ് ബോട്ടുകൾ, ധാരാളം ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട്. ഒരു ഹൗസ് ബോട്ടിൽ 20 ബെഡ്റൂം വരെയുള്ള ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ കാണാം നമുക്ക് ഗ്രാമീണ തനിമയിൽ വീടുകൾ ധാരാളം. ഒരു ഭാഗത്ത് ഫിഷിംഗ് നടക്കുന്നുണ്ട്, വലയെറിയുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ട്, എല്ലാം നമുക്കിവിടെ കാണാം. ഇത് ഹൗസ് ബോട്ടുകളുടെ മാത്രം ഒരു പാത്താണ്. ഹൗസ് ബോട്ട് ഈ ഭാഗത്തൂടെ മാത്രമല്ലേ പോകുള്ളൂ. അതെ, ഇങ്ങോട്ട് ഹൗസ് ബോട്ട് വരില്ലല്ലോ. വരും. ഇതിലേം വരും. കുട്ടനാടിൻ്റെ ആ ഭംഗി നമുക്ക് ഇവിടെ കാണാം. ഞങ്ങൾ വന്നിരിക്കുന്ന ബോട്ട് മിഥുൻ എന്ന് പറയുന്ന ബോട്ടാണ്. മിഥുൻ ബോട്ട് അടുപ്പിച്ചിരിക്കുന്നത് ഈ ചെറിയ കടവിലാണ്. ഈ കടവിൻ്റെ സമീപത്ത് തന്നെ ഒരു ചെറിയ കടയുമുണ്ട്. ഈ കടയിൽ നിന്ന് ഞങ്ങൾ ചായയെല്ലാം കഴിച്ചു. ഈ മിഥുൻ ബോട്ടിൽ ഞങ്ങൾ എത്തി. ഇവിടെ നമുക്ക് കാണാം ഒരു കൃഷ്ണപ്പരുന്ത്. ഈ കൃഷ്ണപ്പരുന്ത് ടൂറിസ്റ്റുകളുടെ സഹായത്തോടെ അവർക്ക് വേണ്ടിയിട്ട് ആ കൃഷ്ണപ്പരുന്ത് ഇരിക്കുന്ന കാണാം. എത്രയോ മനോഹാരിതയാണ്. ഇവർ ഇത് ആസ്വദിക്കുകയാണ്. You are from England. Are madam, what's your name? Shashi. What you sir? Mine. Yes.
Mine is Kamal. 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 Kamal and sushi. They are coming from UK. Yeah. How is this place? Lovely. ലവിംഗ് പ്ലേസ്. അവർ പറയുന്നു ഇത് വളരെ ലവിംഗ് പ്ലേസ് ആണ്. അതെ, അവർ വളരെ ഹാപ്പിയാണ്. ഹൗ ലോങ് ടൈം യു സ്പെൻഡ് ഹിയർ? ഹൗ ലോങ് ടൈം? ഓക്കെ, നൈസ്, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന മിഥുൻ ബോട്ടാണ് ഈ കാണുന്നത്. മിഥുൻ ബോട്ടിൻ്റെ ഓണർ മിഥുൻ ഇവിടെ ഉണ്ടോ? മിഥുൻ പോയോ? മിഥുൻ ഉണ്ട് ഇവിടെ. ഓക്കെ, മിഥുനും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. മിഥുൻ ചായ കുടിക്കണോ? ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾ വന്നിരിക്കുന്ന ബോട്ടാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഈ വന്ന് ബോട്ടിലേക്ക് കയറുന്നത്. ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ ഹിൽ പാലസിൽ നിന്ന് വന്ന മോർണിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന വാക്കേഴ്സ് ഗ്രൂപ്പാണ് ഈ ബോട്ടിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് അവിടെ നിന്ന് പോന്നു. ഇവിടെ 7:30 ആയപ്പോഴത്തേക്ക് എത്തി. ഞങ്ങളുടെ ബോട്ടിങ്ങിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം കഴിഞ്ഞു. അതുകൊണ്ടും ഈ കുട്ടനാടും ഈ പ്രദേശങ്ങളും ഒന്ന് വന്ന് കാണുക വളരെ നല്ല കാര്യമാണ്. ഞാൻ ജോൺസൺ ഹിൽ പാലസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.